നനഞ്ഞൊഴുകും മുകിൽമാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ. എന്താ മോളെ, നിനക്കൊന്നും അറിയണ്ടല്ലേ? പുലർച്ചെ എഴുന്നേറ്റ് ഈ നേരമായി പഠിച്ചൽ തന്നെ പഠിച്ചത്. കുറച്ച് ദിവസമായിട്ട് നീ എന്നെ വീട്ടു ജോലിക്കാരി ആക്കില്ല മോളെ. എന്താ നീയൊന്നും മിണ്ടാത്ത? നീയല്ലേ മോളെ ഇതൊക്കെ ചെയ്തിരുന്നേ? കുറച്ച് ദിവസമായിട്ട് നീ എന്താ ഇങ്ങനെ? അമ്മിങ്ങടെ തന്നേ ഡിയ എവിടെ നിന്നേ? ആ മുടി ഒന്ന് കിട്ടിപ്പോ. നീ ലോകത്തൊന്നുമല്ലേ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ലോകത്തൊന്നും അല്ല. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം. സാറുണ്ടോ? സാറകത്തുണ്ട്. ഒരു നമസ്കാരം സാർ, കാണണമെന്ന് പറഞ്ഞു. നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, താരിക്ക്. താൻ ഇത് ലോകത്താടോ? ഇത് കുറച്ച് ദിവസമായില്ലോ. താൻ നോക്കിയ ഫയലെല്ലാം ഞാൻ പരിശോധിച്ചപ്പോൾ ഫുൾ മിസ്റ്റേക്കാണല്ലോ. സാർ അത് താൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആയിരുന്നേ. എന്താവട്ടെ, ഞാനൊരു 10 ദിവസം ലീവ് തരാം. അത് കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്ത് വീണ്ടും ഇതേപോലെ തന്നെ ആയാൽ പിന്നെ എനിക്കൊരു ക്ഷമയുണ്ടാവില്ല. ഞാൻ പിരിച്ചു വിടും. ശരി സാർ. പൊക്കോ. ഏയ്, ഹലോ ഹലോ, വീട് എന്തേ കാണിക്കണേ? താൻ ചാവാൻ പോകുന്ന കണ്ടിട്ടല്ലേ? ചാവാനോ? ഞാൻ പിടിച്ചു മാറ്റാൻ വന്നതാ. നല്ല തമാശ. ഞാൻ ചാവാൻ വന്നതൊന്നും അല്ല, ഞാനൊരു തീരുമാനം എടുക്കാൻ വന്നതാ. ഞാനും. തന്റെ പ്രശ്നം എന്താ? പ്രണയം. തേപ്പ് കിട്ടിക്കാണോ അല്ലേ? നിങ്ങളുടെ പ്രശ്നം എന്താ? വിഷയം പ്രണയം തന്നെ, പിന്നെ ഒരു 1.5 തേപ്പും. എത്ര കാലായി? 2 കൊല്ലായി. ഇയാളുടെ എത്രയായി? 2. ഓ, 2 കൊല്ലം പ്രണയിച്ചിട്ടും അവളെന്നോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അവളങ്ങ് പോയി. വിളിക്കാൻ നോക്കിയില്ലേ? എന്ത് കാര്യം? അവൾ വേറെ ലൈൻ വിളിച്ചു. ഒരു പക്ഷേ എന്നെക്കാളും നന്നായി മനസ്സിലായി കാണും. തൻ്റെ കഥ എങ്ങനെയായിരുന്നു? കുറച്ച് ദിവസമായിട്ട് അവൻ്റെ വിളിയിലും എന്നെ കാണാൻ വരുന്നതിലും സ്നേഹത്തിൻ്റെ പാതി കുറവ് എനിക്ക് തോന്നി. ഞാൻ കരുതി അവന് വേറെ കണക്ഷൻ കിട്ടിയെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചു അവനോട്, എന്ത്? നീ എനിക്ക് തരുന്ന സ്നേഹത്തിൻ്റെ പാതി എവിടെ പോയി? ആ സ്നേഹം ഏതവൾക്കാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവനെന്ത് പറഞ്ഞു? അവൻ പറഞ്ഞു, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേടി എന്ന് പറഞ്ഞു. അവൻ പോയി. എന്നിട്ടെന്താ, എനിക്ക് നല്ല വിഷമമായി. ഞാൻ അവനെ വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല. അങ്ങനെ ഇരിക്കെ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അവൻ നിന്ന് തേച്ച് വേറെ കണക്ഷൻ സെറ്റാക്കിയെന്ന് പറഞ്ഞു. ഈ തേപ്പ് നീ ചോദിച്ചു വാങ്ങിയതാ? ഇത് നീ അറിയിച്ചത് തന്നെയാ? എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. പോണത് പോട്ടെ, ഇനി ഞാൻ മനസ്സിലിട്ട് നടക്കില്ല. ഞാനും. ഇനി എന്താ നിങ്ങളുടെ ഭാവി പരിപാടി? ഇനി ഞാൻ പ്രേമിക്കാനൊന്നും പോണില്ല. പക്ഷേ തമ്മിലടിച്ച് വേർതിരിപ്പിക്കുന്ന ഒരു പ്രണയവും ഇനി എൻ്റെ അറിവിലുണ്ടാവില്ല. വളരെ നല്ല കാര്യം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രണയിക്കുന്നവരിൽ കൂടുതൽ തേപ്പ് കിട്ടിയവരാവട്ടെ, നമ്മളെപ്പോലെ.